നമസ്കാരം. അടുക്കളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മീൻ വിഭവങ്ങൾ ഇഷ്ടപ്പെടുന്ന എല്ലാവരുടെയും പ്രിയപ്പെട്ട വിഭവങ്ങളിലൊന്നായ നല്ലൊരു മീനച്ചാറാണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി. തുടക്കക്കാർക്ക് പോലും ഇത് വളരെ എളുപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ അടുക്കളയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ഒപ്പം തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻസൊക്കെ ഓൺ ആക്കി വെക്കുകയാണെങ്കിൽ ഞങ്ങൾ ഫ്യൂച്ചറിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കറക്റ്റ് സമയത്ത് എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ ഇനി ഒട്ടും സമയം കളയാതെ നമുക്ക് നേരെ അടുക്കളയിലേക്ക് പോവാം. മീനച്ചാർ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച 1 കിലോ ട്യൂണ മീനാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ തന്നെ ചൂര എന്ന് പറയും. മീനൊക്കെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷമുള്ള വെയിറ്റാണ് 1 കിലോ. സാധാരണയായി അല്പം ദശ കട്ടിയുള്ള മീനുകളായ ചൂര, മോത, നെയ്മീൻ തുടങ്ങിയ മീനുകളാണ് അച്ചാറിടാനായി ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് മീനും അച്ചാറിടാനായി ഉപയോഗിക്കാം. കുക്ക് ചെയ്യുമ്പം പൊടിഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് മാത്രം. ഇനി നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഉപ്പ് ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 30 മിനിറ്റ് ഉപ്പും മുളകും ഒക്കെ ഈ മീനിലേക്കൊന്ന് പിടിക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇതിപ്പോൾ 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് നമുക്കൊരു പാനിൽ ആവശ്യത്തിന് എണ്ണ ചൂടാക്കിയെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ ഉപയോഗിക്കാം. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് നല്ലെണ്ണയാണ്. എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പം തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച ശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ മീനിൻ്റെ പീസുകൾ പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാനായി ഇതുപോലെ സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കാം. കൂടുതലുണ്ടെങ്കിൽ 2 തവണയായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത്. ഇതിട്ട് കൊടുത്ത ആദ്യത്തെ ഒരു 2 മിനിറ്റ് ഇളക്കരുത്. അങ്ങനെ ചെയ്താൽ നമ്മുടെ കോട്ടിങ്ങൊക്കെ ഇളകിപ്പോവും. 2 മിനിറ്റിന് ശേഷം ഇടവിട്ട് ഇളക്കി ഏകദേശം ഒരു 8-10 മിനിറ്റ് വരെ ഫ്രൈ ചെയ്തെടുക്കാം. മീൻ ഒരുപാട് നേരം ഫ്രൈ ചെയ്തങ്ങ് ഡ്രൈ ആക്കി കളയരുത് കേട്ടോ. ഇതിപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. അപ്പോൾ ഇതുപോലെ പുറമേയൊക്കെ നന്നായിട്ട് മൊരിഞ്ഞും അകത്ത് സോഫ്റ്റും ആയിട്ട് വേണം നമുക്ക് കിട്ടാൻ കേട്ടോ. ഒരുപാട് ഡ്രൈ ആയിട്ട് പോകരുത്. അതിനുശേഷം നമുക്ക് ഒരു പാനിലോ കടായിലോ നമ്മൾ നേരത്തെ മീൻ വറുത്തിട്ട് മിച്ചം വന്ന എണ്ണയിൽ നിന്നും 1 കപ്പ് എണ്ണ ചൂടാക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പം തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ ഉലുവ ഇത്രയും ചേർത്ത് കൊടുക്കുക. നമ്മൾ പിന്നീട് ഇതിലേക്ക് അല്പം ഉലുവ പൊടി ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് പൊടിയായിട്ട് ചേർക്കാൻ ഇഷ്ടമില്ലെങ്കിൽ ഇപ്പോൾ 1/2 ടീസ്പൂൺ ഉലുവ ചേർത്തതിന് പകരം 1 ടീസ്പൂൺ ചേർക്കാം. കടുകെല്ലാം പൊട്ടിക്കഴിയുമ്പം ഇതിലേക്ക് 1/4 കപ്പ് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് 150 ഗ്രാം, 1/4 കപ്പ് വെളുത്തുള്ളി 150 ഗ്രാം. വെളുത്തുള്ളി വലുതാണെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് ചേർക്കുക. 4 പച്ചമുളക് കട്ട് ചെയ്തത്. ഈ പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം കേട്ടോ. കുറച്ച് കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ് ഇത്രയും ചേർത്ത് ഏകദേശം ഒരു 4-5 മിനിറ്റോളം ഒന്ന് വഴറ്റിയെടുക്കാം. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇടവിട്ട് ഇളക്കി വേണം ഇത് വഴറ്റിയെടുക്കാം കേട്ടോ. ഇതിപ്പോൾ 5 മിനിറ്റായി. എല്ലാം നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇനി തീ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ച ശേഷം ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ ക്രഷ്ഡ് ചില്ലി, ഇത് ഓപ്ഷനിലാണ്, ഉണ്ടെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. 1/2 ടീസ്പൂൺ ഉലുവപ്പൊടി, 1/2 ടീസ്പൂൺ കായപ്പൊടി ഇത്രയും ചേർത്ത് ഒരു 30 സെക്കൻഡ് നേരം ഇളക്കി കൊടുക്കുക. 4 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കാശ്മീരി മുളക് പൊടിയായിട്ട് മിക്സ് ചെയ്ത് വേണമെങ്കിലും ചേർക്കാം. അങ്ങനെയാണെങ്കിൽ 3 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയും 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. നിങ്ങൾ തീ കൂട്ടി വെച്ച് ഈ സ്റ്റെപ്പ് ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ ഈ മുളക് പൊടിയൊക്കെ കരിഞ്ഞു പോകും. നേരത്തെ പറഞ്ഞതുപോലെ തീ ലോ ഫ്ലെയിമിലായിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ.
അതായത് ഇപ്പോൾ 30 സെക്കൻഡായി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ പീസസ് ഇട്ട് കൊടുത്ത് എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1.5 കപ്പ് വിനാഗിരി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. വിനാഗിരി ഇതുപോലെ തിളച്ചു തുടങ്ങുമ്പം ഇതിലേക്ക് അല്പം കൂടി കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഒപ്പം നമ്മൾ ചേർത്ത വിനാഗിരിയുടെ പുളി ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ മാരിനേറ്റ് ചെയ്തപ്പോഴും ഇഞ്ചിയും വെളുത്തുള്ളിയും വഴറ്റിയപ്പോഴും ഒക്കെ ഉപ്പ് ചേർത്തിരുന്നു. അപ്പോൾ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം ആവശ്യമുള്ള അത്രയും ഉപ്പ് ഇപ്പം ചേർത്ത് കൊടുക്കുക. ഇനി വീണ്ടും എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. നിങ്ങൾക്ക് ഗ്രേവി അല്പം കൂടുതൽ വേണമെങ്കിൽ ഇതിലേക്ക് നന്നായിട്ട് തിളപ്പിച്ച് അല്പം വെള്ളം ചേർത്ത് കൊടുക്കാം. പക്ഷേ ടേസ്റ്റ് അല്പം കുറവായിരിക്കും. അതുപോലെ തന്നെ വെള്ളം ചേർത്താൽ അധികം നാൾ അച്ചാർ കേടുകൂടാതെ ഇരിക്കുകയില്ല. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇതിനെ നന്നായിട്ട് തണുക്കാൻ അനുവദിക്കാം. അച്ചാർ കൂടുതൽ കാലം കേടുകൂടാതിരിക്കാനായിട്ട് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ ഇത് കണ്ടെയ്നറുകളിലേക്ക് മാറ്റാവൂ. നന്നായിട്ട് കഴുകി ഉണങ്ങിയ 2-3 കണ്ടെയ്നറുകളിലേക്ക് ഇത് മാറ്റുക. പ്രത്യേകിച്ച് നിങ്ങൾ കൂടിയ അളവിൽ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഒന്ന് തീർന്നതിന് ശേഷം മാത്രമേ മറ്റുള്ളത് തുറക്കാവുള്ളൂ. പ്ലാസ്റ്റിക് കണ്ടെയ്നറുകൾ പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക. അച്ചാർ എടുക്കാനായിട്ട് നന്നായിട്ട് ഉണങ്ങിയ സ്പൂണുകൾ മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. അതുപോലെ തന്നെ ഉപയോഗിക്കുന്ന കണ്ടെയ്നർ ഒഴികെ മറ്റുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. പക്ഷേ അച്ചാർ ഉണ്ടാക്കിയ ആദ്യ ദിവസം തന്നെ അത് നിങ്ങൾ ഫ്രിഡ്ജിൽ വയ്ക്കരുത്. ഒരു 2-3 ദിവസം വെളിയിൽ വെച്ച് എല്ലാം ഒന്ന് സെറ്റായതിനു ശേഷം മാത്രം ഫ്രിഡ്ജിൽ വയ്ക്കുക. അപ്പോൾ ഇത് നമ്മുടെ സൂപ്പർ മീനച്ചാർ നന്നായിട്ട് തണുത്ത് എണ്ണയൊക്കെ മീൻ കഷ്ണങ്ങൾ വലിച്ചെടുത്ത് കണ്ടെയ്നറിലേക്ക് മാറ്റാൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇത് നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കാതിരിക്കുക. മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് ഉടനെ തന്നെ കാണാം. അതുവരെ നിങ്ങൾ എവിടെയാണെങ്കിലും ബി ഹാപ്പി, ഹെൽത്തി ആൻഡ് സേഫ്. ബൈ ഫോർ നൗ.